ഒറ്റ ഫോട്ടോ കൊണ്ട് കെവിൻ കാർട്ടറുടെ ജീവിതം മാറിമറിഞ്ഞു. 1993കളിൽ കടുത്ത ദാരിദ്ര്യവും വരൾച്ചയും ബാധിച്ച സുഡാനിൽ ഐക്യരാഷ്ട്രസഭയുടെ സഹായവുമായിട്ടെത്തിയ കൂട്ടത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്നു ദക്ഷിണാഫ്രിക്കക്കാരനായ കെവിൻ കാർട്ടർ. ഭക്ഷണങ്ങൾ നൽകി തിരികെ പോകാൻ വളരെ കുറഞ്ഞ സമയം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജീവനറ്റ ജീവിതങ്ങളെ പകർത്തി മനസ്സ് തളർന്ന കെവിൻ തിരികെ പോകാനുള്ള അവസാനത്തെ 15 നിമിഷത്തിലാണ് ആ കാഴ്ച കാണുന്നത്. അയാളിൽ നിന്ന് അല്പം ദൂരെ മാറി വിശന്ന് തളർന്നൊരു പെൺകുട്ടി. ഭക്ഷ്യവിതരണ ക്യാമ്പിലേക്ക് എത്താനാകാതെ പാതി വഴിയിൽ തല താഴ്ത്തിയിരിക്കുകയാണവൾ. ക്യാമറ തോളിലിട്ട് അവളെ എടുക്കാൻ ഓടുന്നതിനിടയിലാണ് കെവിൻ ആ കാഴ്ച കാണുന്നത്. കുഞ്ഞിൻ്റെ ചൂട് പിടിച്ച മാംസം കാത്ത് കുട്ടിയെ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു ശവം തീനിക്കഴുകൻ. മറിച്ച് ചിന്തിക്കാൻ സമയം നൽകാതെ കെവിൻ ഫോട്ടോ എടുക്കാനൊരുങ്ങി. തിരികെ പോകാനുള്ള സമയം അതിക്രമിച്ച കെവിൻ ക്യാമ്പിലേക്ക് ഓടി. തിരിച്ചെത്തിയ കെവിൻ സുഡാനി പെൺകുട്ടിയുടെ ചിത്രം ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു. 1993 മാർച്ച് 26 പത്രത്തിൻ്റെ 1-ാം പേജിൽ ചിത്രം അച്ചടിച്ചു വന്നു. സുഡാനിലെ ഭീകരമായ കറുത്ത അധ്യായങ്ങളുടെ ഏട് പുറത്തു കാട്ടിയ ചിത്രമായി സുഡാനിലെ പെൺകുട്ടി ലോകശ്രദ്ധ നേടി. എങ്കിലും ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ കെവിനെ വീർപ്പുമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അവൾ എന്നിട്ട് എവിടെയാണ്? അവൾ സുഖമായി ഇരിക്കുന്നില്ലേ? നിങ്ങൾ അവളെ രക്ഷിച്ചിരിക്കുമല്ലേ? ഉത്തരം നൽകാനാകാത്ത ചോദ്യങ്ങളിലേക്ക് വഴുതി വീണ കെവിൻ വളരെ വൈകാതെ തന്നെ മനുഷ്യ മനസ്സുകളിലെ കഴുകനായി മാറി. പ്രിയപ്പെട്ടവർ കൂടി തള്ളിപ്പറയാൻ ആരംഭിച്ചപ്പോൾ കെവിൻ കാർട്ടർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. 1994 ഏപ്രിൽ മാസത്തിൽ ന്യൂയോർക്ക് ടൈംസിൽ നിന്നും ഒരു സന്തോഷ വാർത്ത എത്തുകയാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് ലഭിക്കുന്ന പ്രമുഖ അമേരിക്കൻ പുരസ്കാരം പുലിറ്റ്സർ പ്രൈസ് സുഡാനിലെ പെൺകുട്ടി എന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു. വീണ്ടും ചിത്രം വാർത്തയാകുന്നു. എന്നാൽ പുരസ്കാരമോ അഭിനന്ദനങ്ങളോ ഒന്നും അയാളെ തൊട്ടില്ല. അപ്പോഴും വിധി പറയാത്ത കുറ്റബോധത്തിൻ്റെ പ്രതിക്കൂട്ടിൽ അയാൾ നീറിപ്പുകയുകയായിരുന്നു. ഒടുവിൽ എല്ലാ വിചാരണകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് കെവിൻ ആ വിധി എഴുതി. സ്വന്തം കാറിനകത്ത് തന്നെ വിഷപ്പുക ശ്വസിച്ച് അയാൾ ജീവിതം അവസാനിപ്പിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ അയാൾ ഇങ്ങനെ എഴുതി: ഐ ആം റിയലി സോറി. ആ ഏറ്റുപറച്ചിൽ യഥാർത്ഥത്തിൽ സുഡാനിലെ ആ പെൺകുട്ടിയോട് തന്നെയായിരുന്നു. അല്ല, അതൊരാൺകുട്ടിയായിരുന്നു. പേര് കോങ്നിയോങ്. ഇത് സ്ഥിരീകരിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം 2011 അന്നെങ്ങനെയോ ആ കഴുകനിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുട്ടി പിന്നീട് 2007 ഒരു പനിയെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.